യോനോ എസ് ബി ഐ ആപ്ലിക്കേഷൻ മൊബൈലിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നവർ പുതിയൊരു ഫോൺ വാങ്ങുമ്പോൾ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ വീണ്ടും ആക്ടിവേഷൻ ചെയ്ത് ഉപയോഗിക്കേണ്ടത് എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അതുപോലെ പഴയ ഫോണിൽ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉള്ള യൂസർ നെയിമും പാസ്വേഡും മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കുക. അതിനുള്ള എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നുള്ള വീഡിയോയുടെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ തീർച്ചയായും കാണുക. മറന്നുപോയിട്ടുണ്ടെങ്കിൽ അതുപയോഗിച്ച് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. കാരണം ഈ വീഡിയോയിൽ യൂസർ നെയിം പാസ്വേഡും ഉപയോഗിച്ചിട്ടാണ് ആക്ടിവേഷൻ ചെയ്യുന്നത്. അതുപോലെ അതിനുശേഷം എംപിൻ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി യൂസർ നെയിമും പാസ്വേഡും മറന്നുപോയി, ഇനി കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളവർക്ക് മറ്റ് രണ്ട് ഓപ്ഷൻ കൂടെ ഉണ്ട്. ATM കാർഡ് ഉപയോഗിച്ചും അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉപയോഗിച്ചും നമുക്ക് പുതിയ ഫോണിൽ യോനോ എസ് ബി അതായത് മുൻപ് ഉപയോഗിച്ചുകൊണ്ടിരുന്നവർക്ക് പുതിയ ഫോണിൽ ആക്ടിവേഷൻ ചെയ്യാവുന്നതാണ്. അതെങ്ങനെയെന്നുള്ള വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. അത് ഈ ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണുക. ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് നമ്മൾ പഴയ ഫോണിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ എസ് ബിയുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൽ ഉപയോഗിക്കുന്ന യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യുന്നതാണ്, അതായത് ആക്ടിവേഷൻ ചെയ്യുന്നതാണ്. എങ്ങനെയാണ് ഇത്തരത്തിൽ ആക്ടിവേഷൻ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നേരെ വീഡിയോയിലേക്ക്. ആദ്യമായി നമ്മുടെ പുതിയ ഫോണിലെ പ്ലേ സ്റ്റോർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഏറ്റവും മുകളിൽ സെർച്ച് ബാറിൽ യോനോ എസ് ബി ഐ എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെർച്ച് ഓപ്ഷൻ കൊടുക്കുക. നമുക്ക് ആദ്യം തന്നെ യോനോ എസ് ബി ഐയുടെ മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷൻ കാണാം, നമ്മൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ആ ഗ്രീൻ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വളരെ വേഗത്തിൽ തന്നെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആവുന്നതാണ്. അതിനുശേഷം പുതിയ ഫോണുകളിലാണെങ്കിൽ ഇങ്ങനെയായിരിക്കും ഓപ്ഷൻ വരുന്നത്. അവിടെ ഏറ്റവും താഴെ വലത് സൈഡ് ഓപ്പൺ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് കാര്യങ്ങൾ അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഏറ്റവും താഴെയായിട്ട് 3 ഓപ്ഷനായിരിക്കും വരുന്നത്. ന്യൂ എസ് ബി ഐ, എക്സിസ്റ്റിംഗ് കസ്റ്റമർ, ഐ ഹാവ് എ ആക്ടിവേഷൻ കോഡ്. ഇതിൽ നമുക്ക് ചൂസ് ചെയ്യുക. അതായത് നമ്മൾ നേരത്തെ സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണെങ്കിൽ എക്സിസ്റ്റിംഗ് കസ്റ്റമർ എന്ന് പറയുന്ന രണ്ടാമത്തെ ഓപ്ഷനായിരിക്കും ചൂസ് ചെയ്യേണ്ടത്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് 3 ഓപ്ഷൻ വരും താഴെ. ലോഗിൻ യൂസിങ് ഇൻ്റർനെറ്റ് ബാങ്കിങ്, അതുപോലെ ATM കാർഡ് ഉപയോഗിച്ച് നമുക്ക് രജിസ്റ്റർ ചെയ്യാം, അതുപോലെ അക്കൗണ്ട് ഡീറ്റെയിൽസ്. നമുക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ നമ്മൾ മുൻപ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ യൂസർ നെയിം പാസ്വേഡും അല്ലെങ്കിൽ യോനോ എസ് ബിയുടെ അറിയാമെങ്കിൽ അതുപയോഗിച്ച് ചെയ്യുന്ന ഒന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിനുശേഷം അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ പഴയ ഫോണിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇൻ്റർനെറ്റ് ബാങ്കിങ് യോനോ എസ് ബി ഐ ലൈറ്റ് അല്ലെങ്കിൽ യോനോ എസ് ബി ഐയിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന യൂസർ നെയിമും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെ പാസ്വേഡ് എന്നുള്ളതിൽ അതിൻ്റെ പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് റെഫറൽ കോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ഈ റെഫറൽ കോഡ് നമുക്ക് ആവശ്യമൊന്നുമില്ല, അവിടെ ഓപ്ഷനിലെന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മളവിടെ ഒന്നും ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. അതിനുശേഷം ഏറ്റവും താഴെ സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒരു ടിക്ക് മാർക്ക് കൊടുക്കുക. ഏറ്റവും താഴെ നമുക്ക് കാണാം ഒരു ടിക്ക് മാർക്ക് വീണ്ടും കാണാം, അതും കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു എംപിൻ സെറ്റ് ചെയ്യാൻ വരും. അതായത് നമ്മൾ പഴയ ഫോണിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അറിയാം നമ്മളൊരു 6 അക്ക നമ്പർ ഉപയോഗിച്ചായിരിക്കും ഓപ്പൺ ചെയ്യുന്നത്. ആ എംപിൻ നമ്മൾ ഒരു പുതിയ എംപിൻ അല്ലെങ്കിൽ അതേ നമ്പർ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും അതേ നമ്പർ വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പുതിയ മൊബൈലിലേക്ക് ഒരു ഓൺ ടൈം പാസ്വേഡ് വരും. അത് നമ്മളവിടെ അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഓക്കെ, കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞ് നമുക്ക് കാണാം. ഇനി നമുക്ക് സ്ഥിരമായി നമ്മൾ പഴയ ഫോണിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പോലെ തന്നെ നമുക്ക് യോനോ എസ് ബി ഐ ആപ്ലിക്കേഷൻ പുതിയ ഫോണിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ലോഗ് ഔട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നേന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ സാധിക്കുമോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. പഴയ ഫോണിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നവർ അത് ഒന്നും തന്നെ ചെയ്യേണ്ട കാര്യമില്ല, ഡിലീറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ പഴയ ഫോണിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എംപിൻ ഉപയോഗിച്ചാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നതെങ്കിൽ യൂസർ നെയിം പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നുള്ള വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കി കണ്ടുപിടിച്ചതിന് ശേഷം അത് എഴുതി വെച്ചിട്ട്
അതുപയോഗിച്ച് നമുക്കിതിൽ യൂസർ നെയിം പാസ്വേഡും ഉപയോഗിച്ച് നമുക്ക് പുതുതായിട്ട് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ എംപിൻ സെറ്റ് ചെയ്തു, എംപിൻ വെച്ച് ഓപ്പൺ ചെയ്യുകയാണ്. പഴയ പോലെ തന്നെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നു.